എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ബൊറൂട്ടോയും ബോറോയും സാറയുടെയും മീറ്റ്സുകയും അവരെല്ലാവരും ടെലിപ്പോർട്ടായി ഇപ്പോൾ നറൂട്ടോ ഉള്ള ആ ഒരു ഡയമെൻഷനിലേക്ക് വരികയാണ്. അവർ ചുറ്റും നോക്കും, നറൂട്ടോയെ അവിടെ എവിടെയും കാണാനില്ല. അതേസമയം ഇവിടെ ഷിക്കമരുവിനാണെങ്കിൽ അവന്റെ ടെൻഷനും ഹാർട്ട് ബീറ്റും കൂടുകയാണ്. കാരണം ഓൾറെഡി നറൂട്ടോ അവൻ എവിടെയാണെന്ന് അറിയില്ല. തീർച്ചയായിട്ടും നറൂട്ടോ തിരികെ വരുമെന്നുള്ളൊരു വിശ്വാസം ഷിക്കമരുവിനുണ്ട്. അവൻ തിരികെ എത്തിക്കഴിഞ്ഞാൽ ബൊറൂട്ടോയും കവാക്കിയും മീറ്റ്സുകയും സാറയുടെയും അവരിവിടുന്ന് കടന്നു പോയ കാര്യം അറിയുമ്പോൾ അവൻ ടെൻഷനാവും. ഇതെന്റെ ഭാഗത്തു നിന്ന് വന്ന വലിയൊരു മിസ്റ്റേക്ക് തന്നെയാണെന്ന് പറഞ്ഞ് അവനാണെങ്കിൽ തല താഴ്ത്തി നിൽക്കുകയാണ്. എത്രയും വേഗം എന്തെങ്കിലും ചെയ്തിട്ടില്ലെങ്കിൽ ആ കുട്ടികൾക്ക് ആപത്ത് സംഭവിക്കുമെന്ന് പറഞ്ഞ് അവനാണെങ്കിൽ കാര്യമായിട്ട് എന്തൊക്കെയോ പ്ലാൻ ചെയ്യുകയാണ്. കട്ട് ചെയ്താ ഇവിടെ കൊവാക്കിയാൻ ടീം അവർ ഒരുപാട് നേരം ആ സ്ഥലം മുഴുവൻ അന്വേഷിക്കും. അപ്പൊ ദൂരത്തായിട്ട് ആ ബോറോയെ കാണും. ബോറോ ആണെങ്കിൽ ഇപ്പൊ നമ്മുടെ ആൾക്കാരെ നോക്കി ചിരിക്കുകയാണ്. ഓ കവാക്കി, നീ ഇവിടേക്ക് എത്തിയോ? നീ എന്തിനാ ഇവരോടൊപ്പം നടക്കണേ? നിനക്ക് വേണ്ടിയാണ് ഞങ്ങൾ ഇതെല്ലാം ചെയ്യുന്നത്. ബൊറൂട്ടോ ആണെങ്കിൽ അവനെ കണ്ട് ടെൻഷനായി ഇപ്പൊ കവാക്കിയോട് ചോദിക്കും, ഇവനാണോ നീ പറഞ്ഞ ജീഗൺ? അതിന് കവാക്കി ആണെങ്കിൽ ടെററായിട്ട് അവനെ തുറച്ചു നോക്കി ബൊറൂട്ടോട് പറയും, ഇവൻ ജീഗണല്ല, ജീഗണെ കഴിഞ്ഞും ബാഡായിട്ടുള്ള അവന്റെ ടീമിൽ തന്നെയുള്ള ബോറോ എന്ന് പേരുള്ള ഒരുത്തനാണ്. ഇവൻ വളരെ ബാഡായിട്ടുള്ള പേഴ്സണാണ്. സോ നമ്മൾ വളരെയധികം കെയർഫുൾ ആയിരിക്കണം. കവാക്കി ആണെങ്കിൽ ഇപ്പൊ ദേഷ്യപ്പെട്ട് അവനോട് ചോദിക്കും, എനിക്ക് വേണ്ടിയല്ലേ നിങ്ങൾ നറൂട്ടോയെ കടത്തിക്കൊണ്ട് വന്നത്? ഞാനിപ്പോ ഇവിടേക്ക് എത്തിയിരിക്കുകയാണ്. നറൂട്ടോ അവൻ എവിടെയുണ്ട്? സത്യം പറയ് ലോർഡ് നറൂട്ടോയെ നിങ്ങൾ എവിടെയാ ഒളിപ്പിച്ചേ? ബോറോ ആണെങ്കിൽ ഞൊട്ടിയടയില് നറൂട്ടോയെ ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു വലിയ കല്ലെടുത്ത് കാണിക്കുകയാണ്. നിങ്ങൾ അന്വേഷിക്കുന്ന നറൂട്ടോ മണിക്കൂറുകൾക്ക് മുൻപ് തന്നെ ജീഗൺ ഇതിൽ ലോക്ക് ചെയ്തിരിക്കുകയാണ്. അവന് ജീവനുണ്ടോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല എന്ന് പറഞ്ഞ് അവനത് അവർക്ക് നേരെ വലിച്ചെറിയും. ആൾക്കാരാണെങ്കിൽ അത്തുകെട്ടി ഞെട്ടി അങ്ങനെ ഒരു സെക്കൻഡ് ഫ്രീസ് ആവും. ആ ഒരു കല്ല് അത് വമ്പ ഫോഴ്സിൽ താഴേക്ക് അങ്ങനെ അടിച്ചു വീഴുകയാണ്. അവരാണെങ്കിൽ പേടിച്ച് ഓരോ ഭാഗത്തേക്ക് മാറും. അത് താഴെ വീഴേണ്ട താമസം അവരെ തുറക്കാനായിട്ട് ശ്രമിക്കും. അതൊക്കെയാണെങ്കിൽ അവന്റെ ആം അതിനോട് ചേർത്ത് വെക്കും. നല്ല രീതിയിൽ ചക്ര പവർ അതിൽ സെൻസ് ചെയ്യാനായിട്ട് തുടങ്ങും. അവയൊക്കെയാണെങ്കിൽ ഇപ്പൊ എല്ലാവരെയും ആശ്വസിപ്പിക്കും. പേടിക്കേണ്ട ആവശ്യമില്ല, നറൂട്ടോ ആളിതിൽ സേഫാണ്. പക്ഷേ നമ്മളെ കൊണ്ട് ഇത് തകർക്കാൻ കഴിയില്ല. നമ്മളിത് തകർക്കാൻ ശ്രമിച്ചാൽ തീർച്ചയായിട്ടും വലിയ അപകടം ഉണ്ടാവും. ഇത് ജീഗൺ സീൽ ചെയ്തിരിക്കുകയാണ്. അവന്റെ സീലിംഗ് പവർ അത് അവനെ കൊണ്ട് മാത്രമേ ഇല്ലാതാക്കി നറൂട്ടോയെ തിരികെ കൊണ്ടുവരാൻ കഴിയും. നമ്മുടെ ആൾക്കാർ എന്തെങ്കിലും ചെയ്യുന്നതിന് മുൻപേ ഇപ്പൊ ബോറോ അവൻ ലാവ സ്റ്റൈൽ ഉപയോഗിച്ച് അവർ അറ്റാക്ക് ചെയ്യാണ്. ആ ലാവ അത് ആ കല്ലിൽ വന്ന് ആഞ്ഞടിക്കുന്നത് കണ്ട കവാക്കി അവനാണെങ്കിൽ അവന്റെ കർമ്മ പവർ ഉപയോഗിച്ച് അത് അബ്സോർബ് ചെയ്തെടുക്കുകയാണ്. ബോറോ, നിനക്കിത്ര ധൈര്യം ഉണ്ടെങ്കിൽ നീ ലോർഡ് 7 തന്നെ തകർക്കാൻ ശ്രമിക്കും ചോദിച്ച് കവാക്കി ആണെങ്കിൽ അവന്റെ നേർക്ക് വരും. പക്ഷെ ബോറോ ആണെങ്കിൽ നിർത്താതെ വീണ്ടും അവന്റെ ലാവ പവർ അത് പ്രയോഗിച്ചു കൊണ്ടേയിരിക്കുകയാണ്. ഇത്തവണ ബൊറൂട്ടോ അവന്റെ കർമ്മ പവർ ഉപയോഗിച്ച് ആ ലാവയെ അബ്സോർബ് ചെയ്തെടുക്കും. ബോറോ ആണെങ്കിൽ ഇപ്പൊ ബൊറൂട്ടോടെ കർമ്മ പവർ കൊണ്ട് ഇംപ്രസ്ഡ് ആവും. വാവ്, നിന്റെ കർമ്മ പവർ ശരിക്കും അടിപൊളിയാണ്. അതിൽ കൺട്രോൾ പോയ ബൊറൂട്ടോ ആണെങ്കിൽ അവനെ അറ്റാക്ക് ചെയ്യാനായിട്ട് പാഞ്ഞടുക്കുകയാണ്. കവാക്കി ആണെങ്കിൽ അവനെ തടയാൻ ശ്രമിക്കും. പക്ഷെ ബൊറൂട്ടോ ഉച്ചത്തിൽ വിളിച്ചു പറയും, കവാക്കി, എനിക്ക് വേറെ വഴിയില്ല, എന്റെ പപ്പയെ പ്രൊട്ടക്ട് ചെയ്തേ പറ്റൂന്ന് പറഞ്ഞ് ക്ലൗൺസുകൾ ഉപയോഗിച്ച് അവനെ അറ്റാക്ക് ചെയ്യാണ്. ബോറോ ആണെങ്കിൽ ഈസിയായി അവന്റെ ക്ലൗൺസുകളെ തകർക്കും. കാര്യം വഷളാകാണെന്ന് മനസ്സിലാക്കിയ കവാക്കി അവനാണെങ്കിൽ ബൊറൂട്ടോയെ പിടിച്ചു വലിക്കുകയാണ്. ബൊറൂട്ടോ ആണെങ്കിൽ ഒരു റെസറങ്ങണ്ണ് അങ്ങനെ ക്രിയേറ്റ് ചെയ്യും. കവാക്കി അവനെ ടച്ച് ചെയ്യേണ്ട താമസം റെസറങ്ങണ്ണ് അതൊരു ജയന്റ് റെസറങ്ങണ്ണായി തീരുകയാണ്. ബൊറൂട്ടോ ആണെങ്കിൽ സെക്കൻഡുകൾ കൊണ്ട് ആ ഒരു റെസറങ്ങൺ പവർ വെച്ച് അവനെ ആഞ്ഞടിക്കും. ബോറോയുടെ ബോഡിയിലാണെങ്കിൽ ഒരുപാട് പരിക്കുകൾ പറ്റുകയാണ്. പക്ഷേ അവനാണെങ്കിൽ അത് റീജനറേഷൻ പവർ ഉപയോഗിച്ച് ഹീൽ ചെയ്യും. അതിന് കവാക്കി ആണെങ്കിൽ അവന്റെ കർമ്മ പവർ ഉപയോഗിച്ച് ബോറോയെ അങ്ങനെ തൂക്കിയെടുത്ത് നിലത്ത് അച്ചറും പൊച്ചറും അടിക്കുകയാണ്. ബൊറൂട്ടോ വീണ്ടും ഇത്രങ്ങാൻ പവറുമായിട്ട് ബോറോട്ടോ അടുത്തെത്തും. പക്ഷെ നമ്മുടെ ആൾക്കാരെ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് അവനാണെങ്കിൽ ഡാർക്ക് മെഞ്ചിപ്സു അതുപയോഗിച്ച് ഇപ്പൊ കവാക്കിയെയും ബൊറൂട്ടോയെയും അതിൽ ലോക്ക് ചെയ്യാണ്. കവാക്കിക്കാണെങ്കിൽ അത് അബ്സോർബ് ചെയ്തെടുക്കാൻ കഴിയില്ല. ഓരോ കവാക്കിയെ ചവിട്ടി എറിഞ്ഞ് ഇപ്പോ ബൊറൂട്ടോയുടെ അടുത്തേക്ക് വരും. നീ ശരിക്കും ഞങ്ങൾക്ക് കിട്ടിയ ലോട്ടറിയാണ്. ഇവിടെ മീറ്റ്സിയൊക്കെ ആണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അവൻ ആദ്യം വിൻ സ്റ്റൈൽ ഉപയോഗിച്ച് ഇപ്പൊ ബൊറൂട്ടോയുടെ അടുത്തേക്ക് വരും. അതിനുശേഷം അവന് നേർക്ക് ലൈറ്റ്നിങ് പവർ ഉപയോഗിക്കുകയാണ്. അവനാണെങ്കിൽ വാട്ടർ സ്റ്റൈൽ ഉപയോഗിച്ച് മീറ്റ്സിയെ തുരത്താനായിട്ട് ശ്രമിക്കും. പക്ഷെ അപ്പോഴേക്കും മീറ്റ്സിക ആണെങ്കിൽ അവന്റെ സ്നേക്കുകൾ ഉപയോഗിച്ച് അവന്റെ കൈയും കാലും ഒക്കെ വരിഞ്ഞു മുറുക്കും. മീറ്റ്സിക ആണെങ്കിൽ അവന്റെ സ്നേക്കുകൾ ഉപയോഗിച്ച് ആ ബോറോയെ ബൈറ്റ് ചെയ്യിപ്പിക്കും. പക്ഷെ അവനാണെങ്കിൽ സിമ്പിളായിട്ട് അത് ഹീൽ ചെയ്ത് മീറ്റ്സികയെ കൊല്ലാൻ കൈ നീട്ടി അവന്റെ അടുത്തേക്ക് അടുക്കുകയാണ്. സാറുടെ ആണെങ്കിൽ ബോറോയുടെ തലയിലേക്ക് വലിയൊരു കല്ല് അത് ഉരുട്ടി വിടുകയാണ്. അത് അവന്റെ ദേഹത്ത് വന്ന് വീണ് അവൻ 1 മിനിറ്റ് അതിന്റെ ഇടയിൽ സ്റ്റക്കാവും.
സാറുടെ ആണെങ്കിൽ കവാക്കിയെ തൂക്കിയെടുത്ത് സേഫായ ഒരു സ്ഥലത്തേക്ക് വരും. ഇവിടെ മീറ്റ്സിക്ക് ആണെങ്കിൽ ബൊറൂട്ടോയെ തൂക്കിയെടുത്ത് അതേ സ്ഥലത്തേക്ക് വരികയാണ്. ഇവിടെയാണെങ്കിൽ ഇപ്പൊ കാര്യമായിട്ട് പ്ലാൻ ചെയ്യും. നമ്മൾ ഒരു കാരണവശാലും ഇത് ചാടി ഒന്നും ചെയ്യാൻ പാടില്ല. കാരണം ആ ബോറോ നിസ്സാരക്കാരനല്ല. നമുക്ക് എങ്ങനെയെങ്കിലും ഹൊക്കാഗെ നറൂട്ടോയെ രക്ഷിച്ചേ പറ്റൂ. ആ ഡാർക്ക് ബീസ്റ്റ് പവർ അതുള്ളതുകൊണ്ട് തന്നെ നമുക്ക് അവന്റെ മുൻപിൽ ഫൈറ്റ് ചെയ്ത് നിൽക്കാൻ പറ്റില്ല. അതിന് കവാക്കി പറയും, കാർമ പവറിന് എപ്പോഴും ഒരാളുടെ ഉള്ളിൽ നിന്ന് വരുന്ന ചക്ര പവർ കൊണ്ടുണ്ടാക്കുന്ന എനർജി അല്ലെങ്കിൽ അറ്റാക്ക് അതിനെ മാത്രമേ അബ്സോർബ് ചെയ്തെടുക്കാൻ കഴിയൂ. മറ്റൊരു എക്സ്റ്റേണൽ സോഴ്സ് ഉപയോഗിച്ച് അറ്റാക്ക് ചെയ്യുകയാണെങ്കിൽ കർമ്മ പവറിന് അത് അബ്സോർബ് ചെയ്യാൻ കഴിയില്ല. അതാണ് അവിടെ സംഭവിച്ചത്. എത്രയും വേഗം മറ്റെന്തെങ്കിലും ഒരു ഐഡിയ അത് കണ്ടെത്തണമെന്ന് പറയേണ്ട താമസം ബൊറൂട്ടോയും അവർ രണ്ടുപേരും അങ്ങനെ ബോധം കെട്ട് വീഴുകയാണ്. മീറ്റ്സിയെ ആണെങ്കിൽ ഞൊട്ടിയിടയിൽ അവന്റെ പാമ്പുകളെ കൊണ്ട് കവാക്കിയെയും ബൊറൂട്ടോയും ബൈറ്റ് ചെയ്യിപ്പിക്കും. അതിലൂടെ അവൻ കാര്യം എന്താണെന്ന് മനസ്സിലാക്കും. ബോറോ ഉപയോഗിച്ച ആ ബ്ലാക്ക് ഈവിൾ പവർ അത് ശരിക്കും ഒരു വൈറസ് ആണ്. അത് ഇവരുടെ രണ്ടുപേരുടെയും ബോഡിയിൽ അഫക്റ്റ് ആയിരിക്കുകയാണ്. അതുകൊണ്ടാണ് അവര് ബോധം കെട്ട് പോയത്. അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് അല്പസമയം കഴിയുമ്പോൾ ഇപ്പൊ ബൊറൂട്ടോയും കവാക്കിയും അവർ രണ്ടുപേരും എഴുന്നേക്കാണ്. കവാക്കിയും ബൊറൂട്ടോ ആണെങ്കിൽ വീണ്ടും ഫൈറ്റ് ചെയ്യാനായിട്ട് ചാടി എഴുന്നേക്കും. അതിന് മീറ്റ്സുക ആണെങ്കിൽ അവരെ തടയും. നിങ്ങൾ എന്തായി ചെയ്യണേ? നീ എടുത്തു ചാടിയ അത് വലിയ അപകടമാണ്. സത്യത്തിൽ നമുക്കൊരു നല്ല പ്ലാനിങ് ഇല്ല. അതാണ് നമ്മുടെ ഏറ്റവും വലിയ ഡ്രോബാക്ക്. ഇതൊരു മിഷനാണ്. നമ്മൾ തീർച്ചയായിട്ടും അതിന്റെ ഗൗരവത്തിൽ കാണണം. സോ നമുക്കിടയിൽ ഒരു ലീഡർ വേണം. അത് മറ്റാരുമല്ല, സാക്ഷാൽ സാറടയാണ്. ഉടനെ അവളും ലീഫ് വില്ലേജിന്റെ ആ ബാഡ്ജൊക്കെ തലയിലെടുത്ത് അണിഞ്ഞ് കാര്യങ്ങൾ അവരുമായിട്ട് ഡിസ്കസ് ചെയ്യാണ്. ഡിസ്കഷനൊക്കെ കഴിഞ്ഞ് ഇപ്പൊ സാറട അവള് തന്നെ ആ വില്ലന്റെ നേർക്ക് വരും. ആണെങ്കിൽ അവളെ കണ്ട് പരിഹസിച്ചിരിക്കും. എന്തുപറ്റി ഇത്തവണ നീ ഒറ്റയ്ക്കാണോ എന്നെ നേരിടാനായിട്ട് എത്തിയത്? എന്റെ വൈറസിന്റെ പവർ അത് നിന്റെ ഫ്രണ്ട്സിനെ നന്നായിട്ട് അഫക്റ്റ് ചെയ്തു അല്ലേ? ആക്ച്വലി ഈ ഒരു വൈറസ് പവർ അതിൽ നിന്ന് ആർക്ക് രക്ഷപ്പെടാനാവില്ല. ഒരു ഗ്രാമത്തെ മുഴുവൻ ഈ വൈറസ് പവർ ഉപയോഗിച്ച് കൺട്രോൾ ചെയ്തവനാണ് ഞാൻ. ആർക്കും അത് കണ്ടെത്താൻ കഴിഞ്ഞില്ല. അതിനുശേഷം ഒരു രക്ഷകനായി വന്ന് അവരെ ഞാൻ എന്റെ അടിമകളാക്കി. സാധാരണ ജനങ്ങള് വെറും വിഡ്ഢികളാണ്. അവർക്ക് ഇതുപോലെ എന്തെങ്കിലും ചില മാജിക്സും ട്രിക്സ് ഒക്കെ ഉപയോഗിച്ചാൽ അപ്പൊ തന്നെ അവർ ഇംപ്രസ്ഡ് ആവും. അവരിപ്പോ എന്റെ അടിമകളാണ്, ഞാൻ അവരുടെ ദൈവവും. അവരുപയോഗിച്ച് ഞാൻ എന്റെ മിഷൻ അത് കംപ്ലീറ്റ് ചെയ്യും. എന്തായാലും നീ ഇവിടേക്ക് വന്ന സ്ഥിതിക്ക് നിനക്കും ഞാൻ എന്റെ പവർ കാണിച്ചു തരാന്ന് പറഞ്ഞ് അവൻ വീണ്ടും അവന്റെ ലാവ പവർ ഉപയോഗിക്കുകയാണ്. അതിന് സാറുടെ ആണെങ്കിൽ ക്ഷണനേരം കൊണ്ട് ഫയർബോൾ പവർ അതുപയോഗിച്ച് അവന്റെ പവറിനെ പ്രിവെന്റ് ചെയ്യും. ആണെങ്കിൽ നിർത്താതെ സാറുടെ അറ്റാക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. അവളാണെങ്കിൽ അറ്റാക്കിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട് ഓരോ ഭാഗത്തേക്ക് പോവാണ്. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് ഇപ്പൊ ബൊറൂട്ടോയെ കാണിക്കും. ബൊറൂട്ടോ ആണെങ്കിൽ ഇപ്പൊ കവാക്കിയോട് പറയും, നമ്മൾ ക്രിയേറ്റ് ചെയ്ത റസൻ ഗണ്ണ് അത് ശരിക്കും പവർഫുൾ ആയിരുന്നു. നമ്മൾ രണ്ടുപേരുടെയും പവർ അത് കമ്പൈൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതിലും വലിയ റസൻ ഗണ്ണ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഉപയോഗിച്ച് ഒരു പരിധി വരെ നമുക്ക് അവനെ പ്രിവെന്റ് ചെയ്യാം. അതേസമയം ഇവിടെ സാറട അവളാണെങ്കിൽ ഇഞ്ഞും മറഞ്ഞും ഫയർ സ്റ്റൈൽ ഉപയോഗിച്ച് അവനെ അറ്റാക്ക് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അവൻ വാട്ടർ സ്റ്റൈൽ പവർ ഉപയോഗിച്ച് അവളുടെ അറ്റാക്കുകൾ ഡൗട്ട് ചെയ്ത് അവളുടെ അടുത്തേക്ക് വരും. ആരുടെ ആണെങ്കിൽ രക്ഷപ്പെട്ടു പോകുന്ന ഗ്യാപ്പില് അവൻ അവളുടെ മുൻപിലേക്ക് ചാടി വന്ന് വൈറസ് പവർ ഉപയോഗിച്ച് അവളെ ലോക്ക് ചെയ്യും. അതിനുശേഷം അവളുടെ കഴുത്തങ്ങനെ ഞെരിച്ച് മുകളിലേക്ക് ഉയർത്തുകയാണ്. സാറുടെ ആണെങ്കിൽ ഒരുപാട് കഷ്ടപ്പെട്ട് ഒരു സിഗ്നൽ കൊടുക്കും. അതിനുശേഷം അവന്റെ കൈ അങ്ങനെ തട്ടി മാറ്റി ഫയർബോൾ പവർ അവന്റെ മുഖത്ത് തന്നെ ആഞ്ഞടിച്ച് പുറകിലേക്ക് തെറിപ്പിക്കും. അവളുടെ സിഗ്നൽ കിട്ടേണ്ട താമസം മീറ്റ്സുകയും ബൊറൂട്ടോയും അവരും കവാക്കിയും ബൊറൂട്ടോയും അവർ രണ്ടുപേരും അവിടേക്ക് പാഞ്ഞെത്തി. രണ്ടുപേരും ചേർന്ന് പവർ ഒരേ ദിശയിൽ കമ്പൈൻ ചെയ്ത് വലിയൊരു റെസണന്റ് പവർ അതവന്റെ ദേഹത്ത് വെച്ച് ആഞ്ഞടിക്കും. ആ ഒരു അടിയിൽ ബോറോ അവൻ മുഴുവനായിട്ടും തകർന്നു പോകും. നമ്മുടെ ആൾക്കാർക്കാണെങ്കിൽ ഭയങ്കര സന്തോഷം. അവരങ്ങനെ ഹാപ്പി ആയിട്ട് തുള്ളിച്ചാടുകയാണ്. പക്ഷെ അടുത്ത നിമിഷം അവൻ റീജനറേറ്റ് ആയി വരുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.